ഞാൻ ആഫീസിൽ പോയിരുന്നു. ഓ അമ്മാവ, ഞങ്ങളെ അവിടെ നിന്ന് പിരിച്ചു വിട്ടു. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ആ വാടകയെ കുറിച്ച് കൂടി തന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയട്ടെ. അയ്യോ, അമ്മാവും കൂടെ ഞങ്ങളെ പുറത്താക്കിയ ഇനിയിപ്പോ നിങ്ങൾ എങ്ങനെ വാടക തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കേണ്ടത്? അമ്മാവ, ഞങ്ങൾ രണ്ടുപേരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓ, എന്നാ പിന്നെ പേടിക്കണ്ട. മരിക്കണതിന്റെ തലേ ദിവസം ഓർഡർ വരും. എടോ, നിങ്ങൾ ശുദ്ധ ദുരഭിമാനികളാ. ഇക്കാലത്ത് 4 അക്ഷരം പഠിച്ചോ അവൻ പോക്ക. മണ്ണി നോക്കുന്നവനും കല്ലുടയ്ക്കുന്നവനും ഒക്കെ ഇന്നത്തെ കൂലി എന്താണെന്നറിയാമോ? മക്കളെ, സർക്കാർ ഉദ്യോഗസ്ഥന് വായും പൊളിച്ചു നിൽക്കുന്നവൻ മൂഢനാ. സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് 4 കാശുണ്ടാക്കാൻ നോക്ക. അങ്ങനെ അങ്ങ് തറയാകാൻ നോക്കോ? കരിങ്കല്ല് ചുമക്കുക എന്നൊക്കെ പറഞ്ഞ അതിനു വേണ്ടിയാ ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായത്. കരിങ്കല്ല് ചുമക്കൽ മാത്രമല്ലല്ലോ ജോലി. ബാങ്കിൽ നിന്നൊക്കെ വായ്പ കിട്ടില്ലേ? ഇപ്പൊ ഈ തൊഴിലില്ലാത്തവന് തൊഴിൽ തുടങ്ങാൻ 25,000 രൂപ വരെ ബാങ്ക് വായ്പ കൊടുക്കുന്നുണ്ട്. അത് മേടിച്ച് വല്ല ചെറുകിട വ്യവസായം തുടങ്ങാൻ നോക്ക്. ബാങ്ക് വായ്പയൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവർക്ക് കിട്ടും അമ്മാവ. ഞാൻ മേടിച്ചു തരാം. വായ്പ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോ ഇവിടെ അത് പ്രയാസമാണ്. അങ്ങനെ പറയരുത് സാർ. എങ്ങനെയെങ്കിലും ഒന്ന് ശരിപ്പെടുത്തി കൊടുക്കണം. നല്ല സത്യസന്ധരായ പിള്ളേരാ. പണിക്കരെ, ഈ ഡിസ്ട്രിക്റ്റിൽ ഇടപാട് നിർത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോ മലപ്പുറം, വയനാട്, കണ്ണൂർ തുടങ്ങിയ പിന്നോക്ക ജില്ലകളിലെ രക്ഷയുള്ളൂ. അയ്യോ, അവിടെയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല സാറേ. ഈ ചെറുകിട വ്യവസായം അല്ലാതെ വേറെ വല്ല പദ്ധതി ഉണ്ടോ? പണിക്കരുടെ ആൾക്കാരായതുകൊണ്ട് നടപ്പുള്ളൊരു കാര്യം ഞാൻ പറയാം. 25,000 50,000 ഒന്നും സാധ്യമുള്ള കാര്യമല്ല. പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഒരു 10,000 രൂപ ഞാൻ ഏർപ്പാടാക്കി തരാം. അയ്യേ, അഭ്യസ്തവിദ്യരായ ഞങ്ങൾ പശുവിനെ പോറ്റാന്നൊക്കെ പറഞ്ഞാൽ വേറെ പദ്ധതിയില്ല. പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല. അതെ. ഒന്നും കൊണ്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. സാർ, ഒരു മിനിറ്റ്. ആ, എന്ത് ഭോഷന്മാരാണോ നിങ്ങൾ? വല്ല വിഷയം നിങ്ങളൊന്ന് രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? പശുവിന് എന്താ കുഴപ്പം? ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ. ഇപ്പൊ എന്റെ തൊഴുത്തിലൊന്ന് വന്ന് നോക്ക്. ഘടാഘടിയന്മാരായ 50 പശുക്കളിൽ നിന്ന് വിലസുന്നു. മാർക്കറ്റിൽ 5 മുറി കടവെളുതു. 3-4 വീട് കെട്ടി. ഇതെല്ലാം ആ മിണ്ടാപ്രാണികളുടെ പാല് വിറ്റ കാശുകൊണ്ടാ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ. അറിയാമോ? അറിയില്ല. എന്നാ അറിയണം. 10,000 10,000 മേടിച്ചെടുക്കാൻ നോക്ക്. ദിവസേന 25 ലിറ്റർ പാല് കറക്കണ നല്ല 1-ാം തരം 2 ആസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം. തിരി കഴിഞ്ഞാൽ പിണ്ണാക്ക്, തിരി പരത്തിക്കുരു, തിരി തവിട്, ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞ് ഒഴുകുകയായി. ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈ 10,000-ന് എത്ര പശുക്കളെ കിട്ടും? 25 ലിറ്റർ വീതം കറവുള്ളതല്ലേ? 2 എണ്ണത്തിന് ഞാൻ തരാം. ദിവസേന 50 രൂപ വെച്ച് ബാങ്കിലടക്കാൻ പറ്റുമോ? എന്താ പറ്റാത്ത? നമ്മൾ കാലത്തും വൈകുന്നേരം കൂടെ കറന്നാൽ പണിക്കരമ്മാവൻ പറഞ്ഞത് പോട്ട് ഒരു 30 ലിറ്റർ പാല് കിട്ടും. 1 ലിറ്ററിന് 5 രൂപ. അപ്പൊ 30 ലിറ്ററിന് 150 രൂപ. ബാങ്കിൽ അടക്കേണ്ടത് 50 രൂപ. പിന്നെ പരുത്തിക്കുരുവും പിണ്ണാക്കെല്ലാം കൂടെ 20 രൂപ. കറവക്കാരന് 10 രൂപ. അപ്പൊ 50, 20, 10, 80 രൂപ. ബാക്കി എത്ര ഉണ്ട്? 70. ലാഭമാണോ? അപ്പൊ മാസത്തിൽ 2,100 രൂപ മിച്ചം. പിന്നെ നീ എന്താ നിന്റെ പേരിൽ വായ്പ വേണ്ടെന്ന് വാശി പിടിച്ചത്? നീ എന്നേക്കാൾ ഭാഗ്യവാനായതുകൊണ്ട്. ആണോ? ഞാനേ ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് ലോൺ എടുക്കാൻ പാടില്ല. അത് ശരി. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്കുക. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. 2026 ജനുവരി 18 മുതൽ 21 വരെ കൊല്ലത്ത് വെച്ച് നടക്കുന്ന പടവ് 2026-ന് അതിയന്നൂർ ബ്ലോക്കിലെ എല്ലാ ക്ഷീരസംഘങ്ങളുടെയും ഊഷ്മളമായ ആശംസകൾ നേർന്നുകൊള്ളുന്നു.